ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പൊ കുറെ പേരൊക്കെ JLT സംസ്കൃതം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടിരിക്കുമായിരിക്കും അല്ലെ. കുറച്ചു പേരൊക്കെ ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ഇരിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ PYQs ഒക്കെ JLT സംസ്കൃതത്തിന്റെ PYQs ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, കുറെ ടെക്സ്റ്റ് ഓതേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ചില കൃതികളുടെ കർത്താവ് ആരാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൃതി ഏതാണ്, ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. നമ്മളപ്പോ ഇന്ന് നോക്കാൻ പോണത് അത്തരത്തിൽ കുറച്ച് ടെക്സ്റ്റ് ഓതേഴ്സ് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ മഹാകാവ്യങ്ങളെ പറ്റിയിട്ട് നോക്കിപ്പോവാം. മഹാകാവ്യങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചമഹാകാവ്യങ്ങളെ നമുക്ക് ആദ്യം പഠിക്കണം. ഏതൊക്കെയാണ്? രഘുവംശം, കുമാരസംഭവം, കിരാതാർജുനീയം, ശിശുപാലവധം, നൈഷധീയ ചരിതം. ഇത്രയാണല്ലേ പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പഞ്ചമഹാകാവ്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോണത്, ഇന്ന് അത് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, പക്ഷെ ഇന്ന് ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് ഈ പഞ്ചമഹാകാവ്യങ്ങളെ പറ്റിയിട്ടാണ്. ഒന്നാമത്തേത് ഏതാണ്? രഘുവംശമാണ് അല്ലെ. നമുക്ക് എക്സാമിന് കൂടുതലും നമുക്ക് അല്ലാതെ ടെക്സ്റ്റുകൾ പഠിക്കാനുണ്ട്, അതായത് കുമാരസംഭവത്തിലെ 5ാമത്തെ സർഗമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. പക്ഷെ അത് കൂടാതെ ടെക്സ്റ്റ് ഓതേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ടെക്സ്റ്റുകളും അതിന്റെ കർത്താക്കന്മാരും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. HSLന്റെ ബേസ് ചെയ്തിട്ട് ഹിസ്റ്ററി ഓഫ് സയൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ തന്നെ ഉണ്ട്, അതിൽ വരുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഞാൻ അതിൽ കുറച്ച് ടെക്സ്റ്റ് ഓതേഴ്സ് മാത്രം എടുത്തിട്ട് നമുക്കിവിടെ പറഞ്ഞേക്കാണ്, നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ നോക്കാം. നമുക്ക് രഘുവംശമാണ് ആദ്യം നമ്മൾ പറയാൻ പോണ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നാണ്. ഇതിന്റെ കർത്താവ് കാളിദാസനാണ്. ഇതില് 29 രഘുവംശ ചക്രവർത്തികളുടെ ചരിത്ര വർണ്ണനമാണ് പറയുന്നത്. അപ്പോ രഘുവംശം, കാളിദാസൻ, 29 രഘുവംശ ചക്രവർത്തിമാരുടെ ചരിത്രമാണ് ഇതിൽ പറയുന്നത്. ഇതിൽ എത്ര സർഗങ്ങളുണ്ട്? 19 സർഗങ്ങളാണ് ഈ ഒരു കൃതിയിൽ വരുന്നത്. അതുപോലെ തന്നെ സഞ്ജീവനി എന്ന് പറയുന്നതാണ് ഇതിന്റെ മല്ലിനാഥൻ എഴുതിയിട്ടുള്ള ഈ 5 കൃതികൾക്കും മല്ലിനാഥൻ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതില് രഘുവംശത്തിന്റെയും കുമാരസംഭവത്തിന്റെയും വ്യാഖ്യാനത്തിന്റെ പേര് സഞ്ജീവനി എന്നാണ്. ഇത്രയും കാര്യം രഘുവംശത്തിന്റെ ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയെ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ എന്ന് പറയുന്നതായിരുന്നു ഇതിന്റെ മംഗള ശ്ലോകം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ബേസ് വെച്ചിട്ട്, അതായത് ടെക്സ്റ്റ് ഓതേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറി വരുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. രഘുവംശം കാളിദാസന്റേതാണ്. പിന്നെ അതിൽ 29 രഘുവംശ ചക്രവർത്തിമാരുടെ കഥ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചരിത്രമാണ് അവിടെ വർണ്ണിക്കുന്നത്. 19 സർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മല്ലിനാഥന്റെ വ്യാഖ്യാനത്തിന്റെ പേര് സഞ്ജീവനി എന്നാണ്. ഓക്കെ, പോവാം. എന്താണ് കുമാരസംഭവം? അതും കാളിദാസന്റേതാണ്. 17 സർഗങ്ങളാണ് അതിലുള്ളത്. ഇതിലെ ശിവപാർവതി വിവാഹം, കാർത്തികേയ ജനനം, താരകാസുര സംഹാരം തുടങ്ങിയിട്ടുള്ളവയാണ് ഇതിൽ പ്രധാനമായിട്ടും വർണ്ണിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, രഘുവംശത്തെ പോലെ തന്നെ കുമാരസംഭവത്തിന്റെയും വ്യാഖ്യാനത്തിന്റെ പേര്, മല്ലിനാഥന്റെ വ്യാഖ്യാനത്തിന്റെ പേര് സഞ്ജീവനി എന്നാണ്. ഓക്കെ, അപ്പൊ രഘുവംശം 19 സർഗാണ്, കുമാരസംഭവത്തില് 17 സർഗമാണ്. രണ്ടിന്റെയും ഓതർ കാളിദാസനാണ്. അടുത്തത് എന്താണ്? കിരാതാർജുനീയം. ഭാരവിയുടേതാണ് കിരാതാർജുനീയം. ഇതില് 18 സർഗങ്ങളാണുള്ളത്. ഇത് മഹാഭാരതത്തിന്റെ വനപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മല്ലിനാഥൻ എഴുതിയിട്ടുള്ള വ്യാഖ്യാനത്തിന്റെ പേര് ഖണ്ഡാപദം എന്നാണ്. അപ്പോ കിരാതാർജുനീയം, ഭാരവി, 18 സർഗങ്ങള്. പിന്നെയോ ശിശുപാലവധം. ശിശുപാലവധത്തിന്റെ കർത്താവ് ആരാണ്? മാഘനാണ് ശിശുപാലവധത്തിന്റെ കർത്താവ്. ഇതിന് 20 സർഗങ്ങളാണുള്ളത്. ഇതില് മഹാഭാരതത്തിന്റെ സഭാപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കൃഷ്ണ ശിശുപാല വൃത്താന്തമാണ് ഈ ഒരു കൃതിയിൽ അതിന്റെ ഇതിവൃത്തായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ മല്ലിനാഥൻ എഴുതിയിട്ടുള്ള വ്യാഖ്യാനത്തിന്റെ പേര് സർവാങ്കുശ എന്നാണ്. ഓക്കെ, ശിശുപാലവധം, മാഘൻ, 20 സർഗങ്ങൾ. അടുത്തത് എന്താണ്? നൈഷധീയ ചരിതം. നൈഷധീയ ചരിതത്തിന്റെ കർത്താവ് ആരാണ്? ശ്രീഹർഷ. ശ്രീഹർഷന്റെ കൃതിയാണ് നൈഷധീയ ചരിതം എന്ന് പറയുന്നത്. നൈഷധം, വിദ്യുതൗഷധം എന്നൊക്കെ പ്രസിദ്ധമാണ്. ഇതിന് 22 സർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മല്ലിനാഥന്റെ വ്യാഖ്യാനത്തിന്റെ പേര് ജീവാതു എന്നാണ്. അപ്പൊ ഇത്രയാണ് പഞ്ചമഹാകാവ്യങ്ങളിൽ ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോണത് മറ്റ് മഹാകാവ്യങ്ങള്,
ഖണ്ഡകാവ്യങ്ങള്, അതുപോലെ തന്നെ ചരിത്രകാവ്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നാണ്. അതിനു മുമ്പ് ചെറിയൊരു കാറ്റഗറി ലഘുത്രയി, ബൃഹത്രയി, ഇങ്ങനെ 2 കാറ്റഗറികൾ വരുന്നുണ്ട് ഈ പഞ്ചമഹാകാവ്യങ്ങളെ ബേസ് ചെയ്തിട്ട്. അത് ഏതൊക്കെയാണെന്നും കൂടി നോക്കിയിട്ട് പോവാം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ലഘുത്രയി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? രഘുവംശം, കുമാരസംഭവം, മേഘദൂതം. മേഘദൂതം എന്ന് പറയുന്നത് കാളിദാസന്റെ തന്നെ ഖണ്ഡകാവ്യമാണ് അല്ലെ. സന്ദേശകാവ്യങ്ങളിൽ വരുന്ന വിഭാഗത്ത്, ആ ഒരു വിഭാഗത്തിൽ പെടുന്ന കാളിദാസൻ എഴുതിയിട്ടുള്ള ഖണ്ഡകാവ്യമാണ് മേഘദൂതം എന്ന് പറയുന്നത്. ഇത് 3 കൂടിയാണ് ലഘുത്രയി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത്. അതുപോലെ തന്നെ ബൃഹത്രയി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതില് ബാക്കിയുള്ള പഞ്ചമഹാകാവ്യങ്ങൾ, രഘുവംശം, കുമാരസംഭവം ഒഴിച്ചിട്ട് ബാക്കിയുള്ളവയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഏതൊക്കെ? കിരാതാർജുനീയം, ശിശുപാലവധം, നൈഷധീയ ചരിതം. അപ്പം ലഘുത്രയിൽ പറഞ്ഞിട്ടുള്ള രഘുവംശവും കുമാരസംഭവം അല്ലാതെ ബാക്കി 3 കാവ്യങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു? ബൃഹത്രയി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നു. ഏതൊക്കെ? കിരാതാർജുനീയം, ശിശുപാലവധം, നൈഷധീയ ചരിതം. ഇവ 3നെയുമാണ് ഇപ്പോ ബൃഹത്രയി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ലഘുത്രയി, ബൃഹത്രയി എന്ന് പറയുന്ന കാറ്റഗറി മനസ്സിലായില്ലേ? ഏതൊക്കെ കാവ്യങ്ങളാണ് ഓരോന്നിലും വരുന്നത് എന്നുള്ളത്. അപ്പൊ കുറച്ച് മഹാകാവ്യങ്ങൾ, അതായത് ഇനി നമുക്ക് അപ്പൊ ലഘുത്രയി, ബൃഹത്രയി നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഇനി കുറച്ച് മഹാകാവ്യങ്ങളും കുറച്ച് ചരിത്രകാവ്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ മഹാകാവ്യങ്ങൾ കുറച്ച് ടെക്സ്റ്റും ഓതേഴ്സും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടെക്സ്റ്റുകളാണ്. അശ്വഘോഷന്റെ ബുദ്ധചരിതം, കുമാരദാസന്റെ ജാനകീഹരണം, രഘുവംശ കഥ എന്ന് പറയാറുണ്ട്, ജാനകീഹരണം, രത്നാകരന്റെ ഹരവിജയം, ശിവസ്വാമിയുടെ കഭണാഭ്യുദയം, വാസുദേവന്റെ നളോദയം. ഇതാണ് മറ്റു പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത്. അശ്വഘോഷന്റെ ബുദ്ധചരിതം, കുമാരദാസന്റെ ജാനകീഹരണം, രത്നാകരന്റെ ഹരവിജയം, കഭണാഭ്യുദയം, ശിവസ്വാമിയുടെ കഭണാഭ്യുദയം, വാസുദേവന്റെ നളോദയം. ഇത്രയാണ് പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങൾ. ഇനി വരുന്നത് കുറച്ച് ചരിത്രകാവ്യങ്ങളും ഓതറുമാണ്. ഏതൊക്കെയാണ്? സേതുബന്ധം ആരുടെയാണ്? പ്രവരസേനന്റെ സേതുബന്ധം, ബാണഭട്ടന്റെ ഹർഷചരിതം, വാഗ്പതിരാജന്റെ ഗൗഡവഹു, ശങ്കുകന്റെ ഭുവനാഭ്യുദയം, പരിമളന്റെ നവസാഹസാംഗചരിതം, ബിൽഹണന്റെ വിക്രമാംഗദേവചരിതം, കൽഹണന്റെ രാജതരംഗിണി, അതുലന്റെ മൂഷികവംശം, AR രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം, KN എഴുത്തച്ഛന്റെ കേരളോദയം, കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ വിശാഖ വിജയം, മുതുകുളം ശ്രീധരന്റെ നവഭാരതം. ഇത്രയാണ് പ്രധാനപ്പെട്ട ചരിത്രകാവ്യങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രവരസേനന്റെ സേതുബന്ധം, ബാണഭട്ടന്റെ ഹർഷചരിതം, വാഗ്പതിരാജന്റെ ഗൗഡവഹോ, ശങ്കുകന്റെ ഭുവനാഭ്യുദയം, പരിമളന്റെ നവസാഹസാംഗചരിതം, ബിൽഹണന്റെ വിക്രമാംഗദേവചരിതം, കൽഹണന്റെ രാജതരംഗിണി, അതുലന്റെ മൂഷികവംശം, AR രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം, KN എഴുത്തച്ഛന്റെ കേരളോദയം, കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ വിശാഖ വിജയം, മുതുകുളം ശ്രീധരന്റെ നവഭാരതം. അപ്പൊ പ്രധാനപ്പെട്ട ചരിത്രകാവ്യങ്ങളും അതിന്റെ ഓതേഴ്സും നമ്മൾ പഠിച്ചു. ഇനി എന്താണ്? സന്ദേശകാവ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട സന്ദേശകാവ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ലഘുത്രയി എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാളിദാസന്റെ സന്ദേശകാവ്യ വിഭാഗത്തിൽ പെടുന്ന മേഘദൂതം എന്ന് പറയുന്ന കൃതി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. മറ്റ് സന്ദേശകാവ്യങ്ങൾ ഏതൊക്കെയാണ്? മേഘദൂതം കാളിദാസൻ, ധോയിന്റെ പവനദൂതം, ലക്ഷ്മിദാസന്റെ ശുഗ സന്ദേശം, വേദാന്ത ദേശികന്റെ ഹംസ സന്ദേശം, ഉദ്ദണ്ഡ ശാസ്ത്രിയുടെ കോകില സന്ദേശം, ഉദയരാജന്റെ മയൂര സന്ദേശം എന്നീ കൃതികളാണ് പ്രധാനപ്പെട്ട സന്ദേശകാവ്യങ്ങളായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? കാളിദാസന്റെ മേഘദൂതം, ധോയിയുടെ പവനദൂതം, ലക്ഷ്മിദാസന്റെ ശുഗ സന്ദേശം, വേദാന്ത ദേശികന്റെ ഹംസ സന്ദേശം, ഉദ്ദണ്ഡ ശാസ്ത്രിയുടെ കോകില സന്ദേശം, ഉദയരാജന്റെ മയൂര സന്ദേശം എന്നീ കൃതികളാണ് പ്രധാനപ്പെട്ട സന്ദേശകാവ്യങ്ങളായിട്ട് വരുന്നത്. ഇനി എന്താണ് വരുന്നത്? ഗദ്യകാവ്യങ്ങളുടെ വിഭാഗത്തിൽ പെടുന്ന കുറച്ച് കാവ്യങ്ങളൂടി നോക്കാനുണ്ട് അല്ലെ. ദണ്ഡിയുടെ ദശകുമാര ചരിതം, സുബന്ധുവിന്റെ വാസവദത്ത, ബാണഭട്ടന്റെ കാദംബരി, ഗുണാഢ്യന്റെ ബൃഹത് കഥ, ക്ഷേമേന്ദ്രന്റെ ബൃഹത് കഥാമഞ്ജരി, സോമദേവന്റെ കഥാസരിത് സാഗരം, ആര്യശൂരന്റെ ജാതകമാല, വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം, നാരായണന്റെ ഹിതോപദേശം. ഇതൊക്കെ പ്രധാനപ്പെട്ട ഗദ്യകാവ്യങ്ങളാണ്. പിന്നെയോ
ഖണ്ഡകാവ്യങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന മറ്റ് കാവ്യങ്ങളെ, സന്ദേശകാവ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഖണ്ഡകാവ്യങ്ങൾ ഏതൊക്കെയാണ്? കാളിദാസന്റെ തന്നെ ഋതുസംഹാരം, ഹാലന്റെ ഗാഥാസപ്തശതി, ഭർതൃഹരിയുടെ ശതകത്രയം, അമരുവിന്റെ അമരുശതകം, ബിൽഹണന്റെ ചൗരപഞ്ചാശിക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാണ്, കുറെ പേരൊക്കെ JLT സംസ്കൃതം ഇപ്പൊ വിളിച്ചിരിക്കുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനി അപ്ലൈ ചെയ്യാനിരിക്കുന്നവരുണ്ടാവും, ഉടനെ അടുത്ത പരീക്ഷ വിളിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫെബ്രുവരി ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ നിലവിൽ വിളിച്ചിരിക്കുന്ന പരീക്ഷയുടെ കൺഫർമേഷൻ ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ CEC-യില് JLT സംസ്കൃതത്തിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസും ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ഡെയിലി ടോപ്പിക് റിവിഷൻ, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് JLT സംസ്കൃതത്തിന്റെ പുതിയ ബാച്ച് CEC-യിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവർ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇനി നമുക്ക് സമയമില്ല, വേഗം തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അടുത്ത നമ്മളിപ്പോ ഖണ്ഡകാവ്യങ്ങൾ വരെ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് രൂപകങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഖണ്ഡകാവ്യങ്ങളും ഗദ്യകാവ്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. രൂപകങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ദശരൂപകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നാടകം, പ്രകരണം, ഭാണം, പ്രഹസനം, ഡിമം, വ്യായോഗം, സമവകാരം, വീഥി, അംഗം, ഈഹാമൃഗം. ഇങ്ങനെ ദശരൂപകങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? നാടകം, പ്രകരണം, ഭാണം, പ്രഹസനം, ഡിമം, വ്യായോഗം, സമവകാര, വീഥി, അംഗം, ഈഹാമൃഗം. ഇങ്ങനെ ദശരൂപകങ്ങളുണ്ട്. അപ്പോ അതില് ചില രൂപക കർത്താക്കന്മാരെയും അവരുടെ രൂപകങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പൊ ആദ്യത്തത് ഭാസനാണ്. ഭാസന്റെ രൂപകങ്ങൾ ഏതൊക്കെയാണ്? ഭാസന്റേതായിട്ട് 13 രൂപകങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ആ 13 രൂപകങ്ങളില് 4 ബൃഹത് കഥയെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ളതും, അതുപോലെ തന്നെ 2 രാമായണത്തെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ളതും, 6 മഹാഭാരതത്തെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ളതും, 1 കൃഷ്ണകഥയെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ളതുമാണ്. അപ്പോ അങ്ങനെ 13 രൂപകങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ബൃഹത് കഥയെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ള 4 രൂപകങ്ങൾ ഏതൊക്കെയാണ്? സ്വപ്നവാസവദത്തം, പ്രതിജ്ഞായൗഗന്ധരായണം, ചാരുദത്തം, അവിമാരകം. ഇത് 4 ബൃഹത് കഥയെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ള രൂപകങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതോ രാമായണത്തെ അധികരിച്ച് എഴുതിയിട്ടുള്ള രൂപകങ്ങൾ ഏതൊക്കെയാണ്? പ്രതിമാ നാടകം, അഭിഷേക നാടകം. ഇവ 2 രാമായണത്തെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ള രൂപകങ്ങൾ. ഇനി വരുന്നത് മഹാഭാരതത്തെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ള രൂപകങ്ങളാണ്. ഏതൊക്കെ? കർണഭാരം, ദൂതവാക്യം, ദൂതഘടോത്കജം, മധ്യമം വ്യായോഗം, പഞ്ചരാത്രം, ഊരുഭംഗം. ഇവയാറുമാണ് മഹാഭാരതത്തെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഭാസരൂപകങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതോ ഹരിവംശ കഥയെ ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ബാലചരിതമാണ് ഹരിവംശ കഥയെ ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ള ഭാസന്റെ രൂപകം. അപ്പം ഇങ്ങനെ 13 രൂപകങ്ങളുണ്ട്. അപ്പൊ ഭാസന്റേതായിട്ട് 13 രൂപകങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് കൃതികൾ ഏതൊക്കെ? മറ്റ് രൂപക കർത്താക്കളും അവരുടെ കൃതികളുമാണ് ഇനി പറയാൻ പോണത്. അശ്വഘോഷന്റെ ശാരീപുത്ര പ്രകരണം, അതുപോലെ കാളിദാസന്റെ രൂപങ്ങളായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, ശൂദ്രകന്റെ മൃച്ഛകടികം, ബോധായനന്റെ ഭഗവദജ്ജുകം, ഹർഷവർദ്ധനന്റെ പ്രിയദർശിക, രത്നാവലി, നാഗാനന്ദം, മഹേന്ദ്ര വിക്രമന്റെ മത്തവിലാസ പ്രഹസനം, ഭട്ടനാരായണന്റെ വേണി സംഹാരം, വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം, ഭവഭൂതിയുടെ മഹാവീരചരിതം, മാലതീ മാധവം, ഉത്തരരാമചരിതം, മുരാരിയുടെ അനർഘരാഘവം. കേരളീയമായിട്ടുള്ള നാടകങ്ങള് ആശ്ചര്യ ചൂടാമണി, ശക്തിഭദ്രന്റെ, കുലശേഖരന്റെ തപതീ സംവരണം, സുഭദ്രാധനഞ്ജയം. ഇത്രയാണ് നമുക്ക് രൂപകങ്ങളുടെ ഭാഗത്ത് പഠിക്കാനുള്ള കുറച്ച് പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ടെക്സ്റ്റ് ഓതേഴ്സ് ഒക്കെ പഠിച്ചു അല്ലേ. ഗദ്യകാവ്യങ്ങള്, ഖണ്ഡകാവ്യങ്ങള്, മഹാകാവ്യങ്ങൾ, അതുപോലെ പഞ്ചമഹാകാവ്യങ്ങള് സെപ്പറേറ്റ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ സന്ദേശകാവ്യങ്ങൾ പഠിച്ചു. രൂപകങ്ങൾ ഓരോരുത്തരുടെയും കുറെ രൂപക കർത്താക്കന്മാരുടെ രൂപകങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്ന കുറച്ച് ഭാഗങ്ങൾ എന്ന് പറയുന്നത് രാമായണം, മഹാഭാരതം, പുരാണം, ഈ 3 ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് രാമായണത്തിന്റെ 7 കാണ്ഡങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ പർവ്വങ്ങളുടെ പേരും പിന്നെ പുരാണങ്ങളുടെ പേരും നമുക്ക് പഠിക്കാനുണ്ട്.
അതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. നോക്കാം നമുക്ക്. ആദ്യം തന്നെ നമുക്ക് മഹാഭാരതത്തിന്റെ 18 പർവ്വങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെയാണ്? ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗ, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധപർവം, ആശ്രമവാസിക പർവം, മോസല, മഹാപ്രസ്ഥാന, സ്വർഗാരോഹണ പർവം. ഇങ്ങനെ 18 പർവങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആദി, സഭ, വനവിരാട, ഉദ്യോഗ, ഭീഷ്മ, ദ്രോണ, കർണ, ശല്യ, സൗപ്തിക, സ്ത്രീ, ശാന്തി, അനുശാസന, അശ്വമേധ, ആശ്രമവാസിക, മോസല, മഹാപ്രസ്ഥാന, സ്വർഗാരോഹണ. ഇങ്ങനെ 18 പർവങ്ങളാണ് ഉള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് രാമായണത്തിലെ 7 കാണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം. ഇങ്ങനെ 7 കാണ്ഡങ്ങൾ രാമായണത്തിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് പുരാണങ്ങളുടെ ഏരിയയും കൂടി നോക്കാനുണ്ട്. എത്ര പുരാണങ്ങളാണ്? 18 പുരാണങ്ങളുണ്ട് അല്ലെ. മദ്വയം ഭദ്വയം ചൈവ വൃത്രയം വാ ചതുഷ്ടയം അനാപലിംഗ കുസ്കാനി പുരാണാനി പ്രചക്ഷതേ. 18 പുരാണങ്ങളുണ്ട്. ഏതൊക്കെ? മദ്വയം മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. ഭദ്വയം ഭവിഷ്യപുരാണം, ഭാഗവത പുരാണം. വൃത്രയം ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം. വാചതുഷ്ടയം വാമന, വരാഹ, വിഷ്ണു, വായു. അതുപോലെ തന്നെ അനാപലിംഗ കുസ്കാനി. അ അഗ്നിപുരാണം, ന നാരദപുരാണം, പ പത്മപുരാണം, ലി ലിംഗപുരാണം, ഗ ഗരുഡപുരാണം, കു കൂർമ്മപുരാണം, സ്ക സ്കന്ദപുരാണം. ഇങ്ങനെ 18 പുരാണങ്ങളുണ്ട്. മത്സ്യ, മാർക്കണ്ഡേയ, ഭവിഷ്യ, ഭാഗവത, ബ്രഹ്മ, ബ്രഹ്മാണ്ഡ, ബ്രഹ്മവൈവർത്ത, വാമന, വരാഹ, വിഷ്ണു, വായു, അഗ്നി, നാരദ, പത്മ, ലിംഗ, ഗരുഡ, കൂർമ്മ, സ്കന്ദ. ഇങ്ങനെ 18 പുരാണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ചിട്ട്. കുറച്ച് ടെക്സ്റ്റ് ഓതേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ രാമായണം മഹാഭാരതത്തിന്റെ അതിന്റെ അധ്യായങ്ങൾ പഠിച്ചു, പിന്നെ പുരാണങ്ങളുടെ പേരും പഠിച്ചു. ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് മിക്കവാറും നമ്മുടെ ഹിസ്റ്ററി ഓഫ് സയൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാറുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. എല്ലാവർക്കും ക്ലാസ് ഓക്കെ ആയി എന്ന് വിചാരിക്കണു. ഇതൊക്കെ സാധാരണയായിട്ട് നമുക്ക് JLT സംസ്കൃതത്തിന്റെ PYQs ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ടെക്സ്റ്റ് ഓതേഴ്സ് ഒക്കെ ചോദിക്കുന്ന ഭാഗങ്ങളിലുള്ളതാണ്. എല്ലാം ഞാൻ പറഞ്ഞിട്ടുമില്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്